കശ്യപ മുനിപുത്ര ഹിരണ്യകശ്യപു, പറയൂ, നീ ആഗ്രഹിക്കുന്ന വരം എന്താണ്? പകൽ സമയത്തിലോ രാത്രിയിലോ, ആയുധം കൊണ്ടോ തന്ത്രം കൊണ്ടോ, ജീവനുള്ളവയിൽ നിന്നോ നിർജീവമായവയിൽ നിന്നോ പ്രപഞ്ചത്തിന്റെ ഗതി തന്നെ നിയന്ത്രിച്ച് അഖിലം വാഴുന്ന ബ്രഹ്മാണ്ടത്തിലെ ഏറ്റവും ശക്തിശാലിയായി തീരാനുള്ള വരം നൽകി എന്നെ അനുഗ്രഹിച്ച് സർവാധിപതിയാക്കിയാലും പ്രഭോ. സർവലോകത്തിനും അധിപനായ വിഷ്ണുവിനെ പരാജയപ്പെടുത്താൻ എത്രയെത്ര കടമ്പകൾ താണ്ടണമെങ്കിലും ഹിരണ്യകശിപു മണ്ണും വിണ്ണും പ്രകമ്പനം കൊള്ളുക ഘോര തപസ് അനുഷ്ഠിക്കാൻ തയ്യാറെടുക്കുകയാണ്. കാലചക്രത്തിന്റെ രഹസ്യം എന്തെന്നാൽ അന്ധകാരത്താലും ഭയത്താലും നിർമ്മിതമായ കോട്ടയ്ക്കുള്ളിൽ ചൈതന്യമുള്ള പവിത്രമായൊരു ജ്യോതി ഉദയം ചെയ്യുവാനായി തയ്യാറാവുന്നുണ്ടായിരുന്നു. ഒരേ ഒരു നാമത്തിന് മാത്രമേ ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങൾക്കും ഉത്തരം നൽകാനാവൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. കുലദ്രോഹി പുത്രൻ പ്രഹ്ലാദന് നാം വധശിക്ഷ വിധിക്കുകയാണ്. വിഷ്ണു ഒരിക്കലും അങ്ങയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടില്ല രാജകുമാര. ഈ പാപിക്ക് ദർശനം നൽകിയാലും വിഷ്ണുവിന്റെ സേവകനല്ലേ, എങ്കിൽ നോക്കാം സംരക്ഷിക്കാൻ വരുമോ. വേട്ടയാടുമെന്നും ആർക്കിരയാവുമെന്നും ഇന്ന് കണ്ടറിയാം. നിന്റെ വിഷ്ണു എല്ലായിടത്തും ഉണ്ടല്ലേ, അങ്ങനെയാണെങ്കിൽ അവൻ ഈ തൂണിലും ഉണ്ടായിരിക്കേണ്ടതല്ലേ? തീർച്ചയായും ഉണ്ട്. പ്രത്യക്ഷപ്പെട്ടു അല്ലേ? നിന്റെ അന്ത്യം നീ തന്നെ ക്ഷണിച്ചു വരുത്തിയതാണ്. നിന്നെ സംഹരിക്കാനാണ് ഞാൻ അവതാരമെടുത്തത്. പ്രഹ്ലാദ, നീ എന്നെ സ്മരിച്ചു. ഞാൻ പ്രത്യക്ഷനായി.